ഹലോ, ഹെഡ്മിലോടുന്ന യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിൻ്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്ത് ഓപ്ഷൻ ഓൾ എന്നാക്കിയാൽ മാത്രമേ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഡിഷ് ഒരു കർണാടക ഡിഷാണ്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, എൻ്റെ പൊന്നു ചേച്ചിയെ മലയാളി ഡിഷുകൾ ഇല്ലാഞ്ഞിട്ടാണോ ഈ കർണാടക ഡിഷ്? ഇത് പക്ഷേ കർണാടക ഡിഷ് എന്ന പേരുണ്ടെങ്കിലും നമ്മുടെ മലയാളികളുടെ നല്ല മലയാളി ഫുഡിന്റെ ഒരു ടേസ്റ്റ് ആണ് ഇതിന്. എൻ്റെ അടുത്ത് ഓൾറെഡി കുറെ പേര് പറഞ്ഞിട്ടുള്ളതാണ് ദഹി കടി, അതുപോലെ ബംഗാളി മീൻകറി. ഇതിന്റെ റെസിപ്പിയൊക്കെ കുറെ പേര് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഉടനെ തന്നെ റെസിപ്പി ഇടാം. ഞാൻ അത് ലേറ്റ് ആവുന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ആ റെസിപ്പികൾ അറിയാം ഓൾറെഡി. പക്ഷേ ഈ രണ്ട് കൂട്ടരും എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, അതായത് മഹാരാഷ്ട്രൻസും ഉണ്ട്, കൽക്കട്ടക്കാരും ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് എൻ്റെ കൂട്ടുകാരെ വീട്ടിൽ വിളിച്ച് അവരെ കൊണ്ട് തന്നെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യിപ്പിക്കാമെന്നുള്ള ഒരു ആഗ്രഹത്തിലാണ്. പക്ഷെ അവർക്ക് ടൈം കിട്ടുമ്പോൾ എനിക്ക് ടൈമില്ല, എനിക്ക് ടൈമുള്ളപ്പോൾ അവർക്ക് ടൈമില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. എങ്കിലും ഞാൻ എത്രയും പെട്ടെന്ന് ദഹി കടി അതുപോലെ ബംഗാളി മീൻകറി ഇടാൻ ട്രൈ ചെയ്യാമേ. അപ്പോൾ ഇന്നത്തെ ഡിഷ് കുമ്പളങ്ങ കൊണ്ടുള്ളതാണ്. വളരെ ടേസ്റ്റിയാണ്, വളരെ ഈസിയാണ്. ഇൻഗ്രീഡിയൻസും വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലുള്ളതാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ വെച്ച ശേഷം ലേശം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ പോലും വേണ്ട, ഏതാനും തുള്ളികളെ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. അതിനുശേഷം നമുക്ക് പച്ചമുളക്, അത് നിങ്ങളുടെ എരി അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഫ്രൈ ചെയ്യാം. അപ്പൊ എണ്ണ ഇച്ചിരി ഒഴിക്കേണ്ടവർക്ക് ഒഴിക്കാം കേട്ടോ, ഞാൻ കുറച്ചു വന്നേ ഉള്ളൂ. അപ്പൊ ഇത് റെഡിയായി, നമുക്ക് ഓഫ് ചെയ്ത് ഇത് മാറ്റാം. ഇനി നമുക്ക് ഒരു പാത്രം വെച്ച ശേഷം അതിലേക്ക് ഇതുപോലെ പീസാക്കി വെച്ചിരിക്കുന്ന കുമ്പളങ്ങ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 കിലോ കുമ്പളങ്ങയാണ് എടുത്തേക്കുന്നത്. ഇത് വേവാൻ ആവശ്യമായ ലേശം വെള്ളം, ഒരു 1/2 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇനി നമുക്ക് ഒരു മസാല റെഡിയാക്കണം. അതിനു വേണ്ടി ഞാനിവിടെ 1/2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക്, വാളൻപുളി ഒരു ചെറിയ കഷ്ണം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. ഒത്തിരി വെള്ളം ചേർത്തങ്ങ് വെള്ളം പോലെ അരച്ചെടുക്കരുത്. നമ്മള് കുഴമ്പ് പോലെ അരച്ചെടുക്കത്തില്ലേ, ആ പരുവം മതി. ഇപ്പോ 1/4 കൂടുതൽ അരഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇതുകൂടിട്ട് അരച്ചെടുക്കണം. മസാല നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. കുമ്പളങ്ങയും 1/4 വെന്തു. ഇനി നമുക്ക് ആ അരപ്പ് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ലേശം വെള്ളം കൂടി ചേർക്കാം, ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നമ്മൾ ഈ വെള്ളം ചേർക്കുന്നത് ഈ അരപ്പ് നന്നായിട്ട് വെന്ത് ഈ കഷ്ണങ്ങളിൽ ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ്. നമ്മളിത് വെള്ളം പോലല്ല ഈ കറി എടുക്കുന്നത്, കുഴഞ്ഞിരിക്കുന്ന പരുവത്തില. അപ്പൊ ഇത് അടച്ചു വെച്ച് നന്നായിട്ട് ആ മസാല ഒന്ന് വേവട്ട്. ഇപ്പൊ അത്യാവശ്യം നന്നായിട്ട് കുറുകി, ഇത് മതി. അപ്പൊ ലാസ്റ്റിൽ കടു താളിക്കണം. ഇതിന്റെ ഒറിജിനൽ റെസിപ്പി കടു താളിച്ചിടുന്നതാണ്. അതിനുവേണ്ടി കടുകും കറിവേപ്പിലയും എണ്ണയും മാത്രമാണ് അവർ യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ കടു താളിക്കുന്നില്ല, കാരണം ഓൾറെഡി നല്ല രീതിയിൽ തേങ്ങ ചേർത്തിട്ടുണ്ട്, നല്ല ടേസ്റ്റുമുണ്ട് കറിക്ക്. അതുകൊണ്ടാണ് ഞാൻ കടു താളിക്കാത്തത്. നിങ്ങൾ കടു താളിച്ചോണേ. അപ്പൊ ഒന്നും തോന്നല്ലേ, കാരണം എണ്ണ തീരെ കുറച്ചോണ്ടിരിക്കുകയോ. ഇപ്പൊ അതിനു വേണ്ടിയാണ് ഞാൻ അത് അവോയ്ഡ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയുള്ള സംഭവം നല്ല ടേസ്റ്റിയാണ്. ആ പുളിയും അതുപോലെ അതിന്റെ തേങ്ങയുടെ ടേസ്റ്റും ആ കടുകിന്റെ ടേസ്റ്റും ഒക്കെ ആകുമ്പോൾ ഒരു പച്ചടിയുടെ ടേസ്റ്റും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു രുചിയാണ് ഈ കറിക്ക്. ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് അഭിപ്രായം അറിയിക്കണം. വീണ്ടും പുതിയ വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലസ് യു.